കുട്ടികളെല്ലാവരും അടുത്തതായിട്ട് ഇനി +2ലേക്ക് പോവാണ്. +2ലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പം എവിടേക്കും പോകാനോ നിങ്ങളുടെ റിസൾട്ട് വരാനൊന്നുമില്ല. +1 എക്സാം എഴുതി കഴിഞ്ഞാൽ ഒഫീഷ്യലി നിങ്ങൾ +2ലെത്തി അല്ലേ. അപ്പോൾ +1നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് +2ൽ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അതായത് +1ൽ നിങ്ങളൊരു 19 ചാപ്റ്റേഴ്സാണ് ബയോളജിയിൽ പഠിച്ചതെന്നുണ്ടെങ്കിൽ +2ലേക്ക് വരുമ്പോൾ 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അടിപൊളി അല്ലേ, ഉഷാറായി, കുറച്ച് പഠിച്ചാൽ മതി. പക്ഷെ അല്ല. അതായത് ഇവിടെയുള്ള ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ബയോളജിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആദ്യത്തെ യൂണിറ്റ് തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിറ്റാണ്. റീപ്രൊഡക്ഷനാണ്. ഫ്ലവേഴ്സിൻ്റെ റീപ്രൊഡക്ഷൻ കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലും കൂടി ആവശ്യമുള്ള ചാപ്റ്റേഴ്സാണ്. അതായത് ഈ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ 2-3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് മക്കളെ. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജെനറ്റിക്സ് ഉണ്ടല്ലോ, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയില്ല അല്ലേ. നമ്മുടെ മുടി എന്താ ഇങ്ങനെ, നമ്മുടെ അച്ഛൻ്റെ പോലത്തെ എങ്ങനെ പല മക്കളും ചോദിക്കുകയാണ് മിസ് കണ്ണിൻ്റെ കളർ എന്താ ഇങ്ങനെ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. ആ ഡൗട്ട്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്ന ചാപ്റ്റേഴ്സാണ്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിലും അതൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഡിഗ്രിക്കൊക്കെ പോവുകയാണ്, നിങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ബയോളജി ബേസ്ഡ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് ആണ്, ജെനറ്റിക്സിൻ്റെ ഒക്കെ ബേസിക്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. പക്ഷേ 2 ചാപ്റ്റേഴ്സും 8 മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ തന്നെ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് കുറച്ച് ഡിസീസസിൻ്റെ ചാപ്റ്റർ ഉണ്ട്, എവല്യൂഷൻ്റെ ചാപ്റ്റർ ഉണ്ട്, പിന്നെ മൈക്രോബ്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചാപ്റ്റർ ഉണ്ട്. പിന്നെ വരുന്നു 2 ചാപ്റ്റേഴ്സ്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും. ഇപ്പോൾ നമ്മൾ ജെനറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 2 വലിയ ചാപ്റ്റേഴ്സാണ്. 8 മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ്. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ബേസിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ കാര്യങ്ങൾ, ബയോഡൈവേഴ്സിറ്റീനെ കുറിച്ചുള്ള ചാപ്റ്റർ, പിന്നെ നമ്മളുടെ ഈക്കോസിസ്റ്റത്തിനെ കുറിച്ചുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 ചാപ്റ്റേഴ്സ് കുറച്ച് വലിയ ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെയിറ്റേജും ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കാതെയാണ് പഠിക്കുന്നത്, ലാസ്റ്റിലേക്കാണ് പഠിക്കുന്നത്, വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വെറുത്തു പോകുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല രസമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ. റിസ് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളെല്ലാം പഠിപ്പിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളെല്ലാം നമ്മുടെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കാര്യങ്ങളും കോൺസെപ്റ്റ്സും എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇതേപോലെ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെന്നാണ് മിസ്സിൻ്റെ ഒരു അറിവ്. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കി തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. ഇനി ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഡിസംബറോട് കൂടി നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റെക്കോർഡ് വർക്കും നിങ്ങൾക്ക് പിന്നെ പ്രാക്ടിക്കൽ എക്സാം, മോഡൽ, പബ്ലിക് എന്നൊക്കെ പറഞ്ഞ തിരക്കായിരിക്കും, ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് തന്നെ +2 പോകാൻ വേണ്ടി പറ്റും, തുടക്കം മുതലേ പഠിച്ച് റിവിഷനൊക്കെ ചെയ്തെങ്കിൽ. അപ്പോൾ അത് എക്സാമിനറിൻ്റെ കൂടെയാണെങ്കിൽ ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.